എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനു മുന്നേ ഞാൻ അരി അരച്ചുണ്ടാക്കുന്ന 2 അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് പച്ചരി വെച്ചിട്ടല്ല, അരിപ്പൊടി വെച്ചിട്ടാണ് അപ്പം ചെയ്യാൻ പോകുന്നത്. തന്നെയുമല്ല, ഇത് വെറും 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1.5 കപ്പ് അരിപ്പൊടി വേണം, 1 കപ്പ് തേങ്ങാപ്പാൽ, 1 കപ്പ് വെള്ളം അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളം, 1.5 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ്, പിന്നെ 1 നുള്ളി ഈസ്റ്റ്. അപ്പോൾ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ 1.5 കപ്പ് അരിപ്പൊടിയിൽ നിന്നും ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇവിടെ നമ്മൾ ചോറോ അവലോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കപ്പി കാച്ചിയിട്ടാണ് നമ്മൾ ഈ അപ്പം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കപ്പി കാച്ചിയെടുക്കാം. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ തീയിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കപ്പി കാച്ചുന്നതിന് പകരം നിങ്ങൾക്ക് അവലോ ചോറോ ചേർക്കാവുന്നതാണ്. പക്ഷേ അരിപ്പൊടി യൂസ് ചെയ്തിരിക്കുന്ന കാരണം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമായിരിക്കും. അപ്പോൾ കപ്പി കാച്ചി ചേർക്കുന്നതാണ് ഈ ടൈപ്പിലുള്ള അപ്പത്തിന് ഏറ്റവും നല്ലത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുപ്പിക്കാം. അപ്പോൾ നമ്മുടെ കപ്പി കാച്ചിയത് ഇവിടെ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്, പാക്കറ്റിൽ കിട്ടിയതാണ്. നിങ്ങൾക്ക് അതാത് സമയം പൊടിച്ചിട്ടും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ തണുത്ത കപ്പി കാച്ചിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. കപ്പി കാച്ചിയത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് കട്ടി തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ അരച്ചും ചേർക്കാവുന്നതാണ്. അപ്പോൾ കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തവി ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കൈവച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മാവ് കട്ടിയിലാണുള്ളത്. ഈ കട്ടിയായിട്ടുള്ള മാവ് ഞാനിവിടെ കുറച്ച് തേങ്ങാവെള്ളം ഒഴിച്ചിട്ടാണ് ലൂസാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ വെള്ളവും ഉപയോഗിച്ചിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ലൂസാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളയപ്പം ആണെങ്കിൽ കുറച്ച് കട്ടിയിലാണ്, അല്ല പാലപ്പം ആണെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കാറ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആകും. ഈ സമയത്താണ് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നെങ്കിൽ ചേർക്കേണ്ടത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് മാവിലേക്ക് ഡയറക്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വലിയ ഗ്രാന്യൂൾസ് ഉള്ള ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂറിന് ശേഷം അപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് നമുക്കൊരു 2 മണിക്കൂർ മാറ്റി വെക്കാം. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റും എടുക്കാം. അപ്പോൾ ഈസ്റ്റ് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ നിങ്ങൾ അപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 8 മണിക്കൂർ ഞാൻ ഫെർമെൻ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വെള്ളയപ്പം തയ്യാറാക്കുന്നത്. ചിലർ ജീരകം, ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ മിക്സിയിൽ അടിച്ച സമയത്ത് തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിനിയിപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ദോശക്കല്ലിൽ
ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ അപ്പച്ചട്ടിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ലിലാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ ഇരുമ്പിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ തടവിയിട്ട് എടുക്കുകയാണ്. അപ്പം പാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ അപ്പം തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമ്മൾ പുളിച്ചു വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഓരോ തവി ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല, അത് തന്നെ പരന്നോളും. അപ്പം നല്ല കുമിളകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി പൊങ്ങി വന്നതിൻ്റെ ലക്ഷണമാണ് ഇത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ അപ്പം നിങ്ങൾക്ക് തിരിച്ചിട്ടും യൂസ് ചെയ്യാം, തിരിച്ചിടാതെയും എടുക്കാവുന്നതാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്, നിങ്ങൾക്കത് ഇങ്ങനെ വേവിച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന അപ്പത്തിനെക്കാട്ടിലും ഭയങ്കര സോഫ്റ്റാണിത്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ അപ്പം എടുക്കുമ്പോൾ തന്നെ വായിലേക്ക് ഇടുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോകും. അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പമാണിത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള അപ്പങ്ങളും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ പാനിൻ്റെ ചൂട് എപ്പോഴും മീഡിയത്തിൽ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തീ ഒത്തിരി കൂടിപ്പോയാൽ ഇതുപോലെ കുമിളകൾ ഉണ്ടാവില്ല, അപ്പം നന്നായിട്ട് വരികയില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. കുമിളകൾ വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രം അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് തണുത്തിട്ട് വേണം ഒരുമിച്ച് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്തിരിക്കുന്ന കാരണം ഇത് വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പമൊക്കെ ചൂടോടെ തന്നെ കഴിക്കുക. ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പം വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പമാണ്. ഞാനിപ്പോൾ വെള്ളയപ്പം പോലെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പാലപ്പവും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള എളുപ്പത്തിലുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെറും 2 മണിക്കൂർ മതി ഇത് ശരിക്കും ഫെർമെൻ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വെറും 2 മണിക്കൂർ മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത അപ്പത്തിൻ്റെ റെസിപ്പീസ് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. താങ്ക് യു.